ഒരു തൈറോയ്ഡ് മുഴയുള്ള ആളുകളിൽ അത് ക്യാൻസറസ് ആയിട്ടുള്ള മുഴയാണോ ക്യാൻസറസ് അല്ലാത്ത മുഴയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും നോക്കാം. ഇപ്പോൾ ഒരാൾക്ക് കഴുത്തിൽ തൈറോയ്ഡ് മുഴ നമുക്ക് ഉണ്ട്, അയാൾ പ്രധാനമായിട്ടും 3 ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടത് ബ്ലഡ് ടെസ്റ്റാണ്, TFT, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. അതിൽ നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ രക്തത്തിലുള്ള അളവാണ് നോക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കഴുത്തിൻ്റെ സ്കാനാണ്. സാധാരണ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്യുക. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് കഴുത്തിൻ്റെ അവിടെയുള്ള മുഴ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള മുഴയാണോ അല്ല വേറെ വല്ല മുഴയാണോ എന്ന് അറിയാൻ പറ്റും ഒന്നാമതായി. പിന്നെ നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ എത്ര മുഴയുണ്ട്, അതിൻ്റെ വലിപ്പം എത്രയുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കുന്ന. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള മുഴയിൽ നിന്നും നീര് കുത്തി പരിശോധനയാണ്. നമ്മൾ FNAC എന്ന് പറയും, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. നമ്മൾ FNAC എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ നമ്മൾ കുത്തിയെടുത്ത നീരിലെ കോശങ്ങളാണ് പരിശോധിക്കുന്നത്. അത് പരിശോധിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ക്യാൻസറസ് ആയിട്ടുള്ള മുഴയാണോ അല്ല പ്രശ്നക്കാരനല്ലാത്ത മുഴയാണോ, ഇനി ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴയാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ലോകനിർണ്ണയത്തിൻ്റെ ഭാഗമായിട്ട് 3 ടെസ്റ്റുകളാണ്. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, രണ്ടാമത്തത് കഴുത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ, മൂന്നാമത്തത് നീരുകുത്തി പരിശോധന FNAC.